ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേവയാനിയും പിന്നെ ഇവർക്ക് ചായയും പലഹാരങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നതാണ് പിള്ളേർക്ക് അവർ വരുന്ന സമയത്ത്. ചായ പലഹാരമൊക്കെ എടുത്ത് വയ്ക്കുന്ന കണ്ടിട്ട് നമ്മുടെ ജലജയും ജാനകിക്കും കൂടെ ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ ഈ അടുത്തേക്ക് വേറെ ഒരു പണിയില്ല. മകനും മരുമകളും വരുമ്പോഴേക്കും അവർക്കുള്ള ചായ പലഹാരമൊക്കെ എടുത്ത് വയ്ക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ദേവയാനി പറയും, പിന്നെ എന്ത് ചെയ്യാനാണ്, എൻ്റെ മോന് അവൾക്ക് വേണ്ടി എടുത്ത് വയ്ക്കുന്നല്ലോ, എൻ്റെ മോന് വേണ്ടിയിട്ട്. എൻ്റെ മോനിപ്പോൾ വരില്ലേ, പിന്നെ അവന് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, പക്ഷേ മരുമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, മരുമോൾക്ക് ഇഷ്ടമല്ല, മകന് അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ അപ്പോൾ മകനും ഇഷ്ടം, അപ്പോൾ ഞാനെന്ത് ചെയ്യാനാ നോക്കും. അപ്പോൾ മുത്തശ്ശി അറിയാതെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, അപ്പോൾ അങ്ങനെ തന്നെയാണ് അവർ കഴിയേണ്ടത് എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അല്ലാണ്ട് നിന്നെപ്പോലെ നീ എന്താ പിന്നെ നിൻ്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് നിന്നെ വിട്ടിട്ട് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് ജലജോട് മുത്തശ്ശി. അപ്പോൾ പറയും, നീ പിന്നെ നിൻ്റെ സ്വഭാവ ഗുണങ്ങളും കൊണ്ടല്ലേ നിന്നെ ഇട്ടിട്ട് പോയത്, അപ്പോൾ നീയും അതുകൊണ്ടല്ലേ ഇപ്പോൾ നീയും നിൻ്റെ മക്കളും തനിച്ചായി പോയത്, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും ഇതൊക്കെ അനുസരിച്ച് വേണം ഭാര്യമാർ ജീവിക്കാൻ, അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മുത്തശ്ശി ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മളെ ആദർശും നയനയും കൂടെ വരികയാണേ. ആദർശും നയനയും കൂടെ വന്നിട്ട് അപ്പോൾ പറയും, അത് നയന മമ്മൻ്റെ അടുത്ത് കയ്യിൽ പിടിക്കും. പറയും, വാ എല്ലാവരും കാണിച്ചു കൊടുക്കാം നമുക്കിതെന്ന് പറഞ്ഞിട്ട്. എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് ഉള്ളിൽ, അവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി വരികയാണ്. അപ്പോഴേക്കും മുത്തശ്ശി, ആഹാ മോള് വന്നോ നോക്കും. അപ്പോൾ ദേവേലി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ വരെ കാണുമ്പോഴേ. അപ്പോൾ പറയും, പിന്നെ ഇതാ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ജലജറി, ഇതിപ്പം എന്തിനാ അങ്ങോട്ട് കൊടുക്കുന്നത്, അത് നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പോയില്ലേ, അപ്പോൾ അത് അവിടെ വെക്കാറുന്നില്ലേ അറിയാം. അപ്പോൾ പറയും, അത് അവിടെ വെക്കാനുള്ളതല്ല, ഇവിടെ വെക്കാനുള്ളതാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുന്ന് വെക്കാൻ വേണ്ടിയിട്ട്, ഓഫീസിൽ വെക്കേണ്ട, ഇവിടെയാണ് അത് വെക്കേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ അപ്പോൾ അതിൻ്റെ മുകളിലായി പിന്നെ കുറേ കുറ്റപ്പെടുത്തലുകൾ. അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് റെക്കമെൻഡ്, അതായത് ഗ്രേസി ചേച്ചി പിന്നെ ഇവിടെ ദേവേടത്തിയുടെ ഫ്രണ്ടല്ലേ, അപ്പോൾ ആ ഒരു ഇതിൻ്റെ മുകളിലാണ് ഈ അവാർഡ് തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയും. അപ്പോൾ പറയാം, എന്താ പക്ഷേ അങ്ങനെ പറഞ്ഞത്, അവളുടെ കഴിവിനനുസരിച്ചിട്ടാണ് പിന്നെ അവൾക്കത് കിട്ടിയിട്ടുള്ളത്, അവാർഡ് കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ കമ്പനിയിൽ ഇഷ്ടംപോലെ ഡിസൈനർമാരുണ്ടല്ലോ, ആർക്കെങ്കിലും ഇതുവരെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവസാനം ദേവ പറയും, നിങ്ങൾ പോയി വേഗം ഫ്രഷായിട്ട് വാ, കാപ്പിയും പലഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നയന ദേവയാനീനെ ഇങ്ങനെ നോക്കുകയാണെ. നമ്മൾ കുറേ ഡയലോഗ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതെ, ഇപ്പോൾ ഞാനൊരു യാത്രയിലാണ്, അപ്പോൾ യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. ആ യാത്രയുടെ ഇടയിലാണ് കേട്ടോ ഞാൻ ഈ കഥ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളും ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവർ എന്നിട്ട് മോളിക്ക് കയറി ചെല്ലുമ്പോൾ കാണാം ഹനിയും അനാമികയും കൂടെ സ്റ്റണ്ട്. അനാമികയും കൂടെ ഇങ്ങനെ നിൽക്കണം. ആ ചേച്ചി നയനെടുത്ത് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അനി വന്ന് കയ്യിൽ പിടിക്കാനേ നയനയുടെ ഇപ്പോൾ താങ്ക്സ് പോനെ എന്നൊക്കെ പറയുകയാണ് നയനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീനെ. അപ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ പറയുമ്പോൾ പറയും, എന്താണ് നയന പറയാണ്, പിന്നെ നയനല്ല ആദർശ് പറയാനും, പിന്നെ നിൻ്റെ ഫ്രണ്ട് അസുഖമായി കിടക്കുകയല്ലേ അറിയുമ്പോൾ ആരെയായിരിക്കും, ഇപ്പോൾ നന്ദു ചിക്കൻ ബോക്സ് അറിയുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സങ്കടം. അനാമികയ്ക്കല്ല, എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അനാമിക ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, നിനക്ക് ഇതിൻ്റെ മുഖം ആടിയല്ലോ, എൻ്റെ ഫ്രണ്ടിന് അസുഖമാണെന്ന് പറയുമ്പോൾ പറയും. അപ്പോൾ അത് പറയുമ്പോൾ പറയും, നീ ആരാ ഇവളുടെ, നീ ഇവൻ്റെ ഭാര്യയിലായിരിക്കും, വലിയൊരു താലി കെട്ടിയ മതിയാവോ അനാമിക ചോദിക്കും അപ്പോൾ ആദർശിനോട്. അങ്ങനെ അവിടുന്ന് വഴക്ക് കൂടുകയാണ്. അപ്പോൾ പറയും, പിന്നെ അവൻ്റെ ഫ്രണ്ടാണ് നന്ദു, അപ്പോൾ അവൾക്ക് അസുഖമെന്ന് പറയുന്ന സമയത്ത് അവന് വിഷമമില്ലാതിരിക്കുമോ എന്നൊക്കെ ആദർശ് ചോദിക്കുകയാണ്. അങ്ങനെ അവരോട് രണ്ടോളൂടെ അപ്പോൾ നമ്മളെ നയനി നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ അനാമികയോട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നയന അനാമികയോട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആദർശും നയനയും കൂടെ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അനി അനാമികയായി പിന്നത്തെ സ്റ്റണ്ട്. അപ്പോൾ പറയും, നീ എന്നെ കളഞ്ഞിട്ട് അവളെ പോയി വിളിച്ചു കൊണ്ട് വാടാ, പിന്നെ നീ എന്തിനാ എത്ര വിഷമിച്ചിരിക്കുന്നുണ്ട്, പോയി വിളിച്ചു കൊണ്ട് വന്നുകൂടെ നിനക്ക് അവളെ എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ അതിനുള്ള നല്ല മറുപടി തിരിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന്
എന്താ പറയുക, പിന്നെ അനി അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അനാമികക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് അനിയുടെ ആ ആറ്റിറ്റ്യൂഡിനോട്. അവിടുന്ന് അനി വന്നിട്ട് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. അനിയ ഒന്ന് ഫോൺ, ഇപ്പോൾ ചിക്കൻ ബോക്സ് ആണെങ്കിൽ ഫോണിൽ വിളിച്ചാൽ ഇപ്പോൾ എടുത്തൂടെ, നമുക്കൊന്ന് വിളിച്ച് നോക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി ഫോണിൽ വിളിക്കുകയാണ്. ഫോണിൽ വിളിക്കുന്ന സമയത്ത് കനകയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അനിയുടെ നമ്പർ കാണുമ്പോൾ ആ മോനെ അനി എന്ന് പറയും. അപ്പോൾ അല്ല, ഞാൻ നന്ദുവിനെ വിളിച്ചത്, മനസ്സിലായി നന്ദു ഫോണൊന്നും എടുക്കാറില്ല, നന്ദുവിന് സുഖമില്ല, അറിഞ്ഞില്ലേ വിവരം, ചിക്കൻ ബോക്സ് പറഞ്ഞാൽ അറിഞ്ഞു, അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറയും. അപ്പോൾ അനി പിന്നെ വെറുതെ വിളിക്കാൻ നിൽക്കണ്ട, നന്ദു ഫോൺ എടുക്കില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവരാകെ ഒരു ഷോക്കാവും. കാരണം പിന്നെ നന്ദു ഫോണും കൂടെ എടുക്കാത്ത അത്രയും അസുഖമാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ അനാമിക പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ തന്നെ വരണം, അവൾക്ക് അസുഖങ്ങൾ വരും, അവളുടെ പിന്നെ എന്താണ് ഇതും കൊണ്ട് തന്നെയാണ് അങ്ങനെ അമ്മ കോപിച്ചതാണ് ഈ ചിക്കൻ ബോക്സ് വരുന്നത്, അവളുടെ സ്വഭാവം കൊണ്ടാണ് അവളുടെ അങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ നന്ദുവിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഞങ്ങളൊക്കെ അത് അമ്മയുടെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്, നീ മാത്രമേ ഉള്ളൂ അതിന് അമ്മ കോപിച്ചതായി കാണുന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ അനിയും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അനാമിക ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ ജാനകി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ജാനകി ചായ അനാമിക ഇങ്ങനെ വാടിയ മുഖത്തോടു കൂടി ഇങ്ങനെ ചെന്നില്ല, മുഖമൊക്കെ അങ്ങനെ അകത്ത് വിഷമിച്ച്. അപ്പോൾ എന്ത് പറ്റി മോളെ വയ്ക്കുമ്പോൾ അപ്പോൾ പറയും എന്താണ് അനിയുടെ കാര്യത്തിൽ തന്നെ എനിക്കിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല, ഞങ്ങൾ ഭാര്യയും ഭർത്താവും മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രമേ ഉള്ളൂ അമ്മേ, ഞങ്ങളിത് ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഒരിക്കലും ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഇല്ലേ നിങ്ങൾ ഇതുവരെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല വയ്ക്കുമ്പോൾ, ഇല്ല അമ്മേ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, രാത്രിയിലേക്ക് ഇപ്പോഴും അവർ നന്ദുവിനെയാണ് ഇഷ്ടം, പിന്നെ എന്നെ എന്തിനാണ് വെറുതെ അങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്, അതോടുകൂടി എൻ്റെ ജീവിതം പോയി പറയാം. അപ്പോൾ ജലജ അങ്ങോട്ട് വരും. ജലജ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയും ചെയ്യാം. അപ്പോൾ കണ്ടോ ജാനകി മോള് പറയുന്നത് കേട്ടില്ലേ, പിന്നെ എന്താ ഇതെന്താ ഇതിന് പറയുക, അവളുമാർ രണ്ടാളും കൂടി ഇവളെ പുറത്താക്കിയിട്ട് അവരുടെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് ജാനകിനെ കുത്തിയിളക്കുക. അപ്പോൾ ജാനകി പറയും ഞാൻ ജീവനോടുള്ള കാലത്ത് ഒരിക്കലും അത് നടക്കില്ല എന്ന് പറയും. മോളെ നീ ഒരിക്കലും ഇങ്ങനെ അനിയനെ വിമർശിക്കാതെ നീ അവനെ സ്നേഹിക്കാൻ നോക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അമ്മയെ സ്നേഹിക്കുക, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക, രാത്രി എഴുന്നേറ്റ് ഇരുന്ന് ഉറക്കമൊഴിച്ച് അവൾക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് എന്നൊക്കെ പറയുക. അപ്പോൾ പറയും നീ അവനെ വിമർശിക്കില്ലേ, നിൻ്റെ അടുത്ത് കുറേ തെറ്റുകളുണ്ട്, നീ അവനെ സ്നേഹിക്കാൻ നോക്കുക എന്തൊക്കെയായാലും, അല്ലെങ്കിൽ നിൻ്റെ കൈവിട്ട് അവൻ പോകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും അവളുമാരുടെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടില്ല, അങ്ങനെയാണെങ്കിൽ അവനെ എനിക്ക് ബലികർമ്മങ്ങൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ അനിയനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എന്ത് ഹനാമി പറയും എന്തായാലും എൻ്റെ ജീവിതം ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ സങ്കടം ഭാര്യരൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ജലജ ഈ എന്താ പറയുക മുട്ടനാടിൻ്റെ ചോര കുടിക്കുമ്പോൾ അതാണ് മുപ്പത്തിയാറുടെ സന്തോഷം. അപ്പോൾ അവൾ പറയാം ആര് പോയാലും ശരി, ആര് വന്നാലും ശരി, ആര് നിന്നാലും ശരി, എനിക്ക് എൻ്റെ മക്കളും സുഖമായി ജീവിക്കണം, ഞങ്ങൾക്ക് കിട്ടുള്ളത് കിട്ടണം, അത് മാത്രമേ ഉള്ളൂ ജലജയുടെ മനസ്സിൽ. അപ്പോൾ ജലജ അതിങ്ങനെ മനസ്സിൽ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ജാനകി ആകെ വിഷമത്തോടു കൂടി നിൽക്കുക. പിന്നെ അത് കാണിക്കുമ്പോൾ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ നയന ഇങ്ങനെ അവിടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ നമ്മുടെ ദേവയാനി വരുന്നത്. ദേവയാനി വന്നിട്ട് മോളെ എന്താ ഇത് നോക്കി, മോൾ പെട്ടെന്ന് കുടിക്കുക, ഇത് കഷായമാണ്, ലിവറിനൊക്കെ നല്ലത് വരും, ഞാനത് കുറേ കുടിച്ചതാണ്, മോളിത് കുടിച്ചോ എന്ന് പറയും. അമ്മ കുടിക്കുക അറിയാം, ഞാനത് കുടിച്ചതാണ്, മോള് കുടിച്ചോ എന്ന് പറയും. അതല്ല അമ്മയും കൂടെ കുടിച്ചിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. ഞാൻ കുടിച്ചതാണ്, എനിക്ക് അമ്മ ഒരുപാട് ഉണ്ടാക്കി തന്നത്, അത് നല്ലതാണ്, നമ്മളെ ലിവറിനൊക്കെ വളരെ നല്ലതാണ്, മോളിത് കുടിച്ചോ എന്ന് പറയും. അപ്പോൾ എന്നാൽ ശരി അമ്മ കുറച്ച് കുടിച്ചിട്ട് എനിക്ക് പറയും കേട്ടോ. അങ്ങനെ അവസാനം അവൾ വാങ്ങി നീ കുടിക്കുക, ആരെങ്കിലും വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അത് കുടിച്ച് ദേവയാനിക്ക് കൊടുക്കുമ്പോഴേക്കും ജലജ വരും. ജലജ ഇങ്ങനെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ പറയും എന്താ, നമുക്ക് ഈ ദേവയാനെയും പ്ലേറ്റ് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എന്താണ് വെയിലും കൊണ്ട് അവാർഡ് വാങ്ങാൻ ഇതിനെന്ന് പറഞ്ഞ് പോകരുത്, ഇപ്പോൾ ജലദോഷം വന്നില്ല, ഇപ്പോൾ ജലദോഷം തലവേദനയ്ക്ക് വന്നില്ല, അതും എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഈ ജലജ എന്താ എടുത്തേക്ക് നോക്കിയോ പറയും അവാർഡ് വാങ്ങാൻ പോയിട്ടേ അവൾക്ക് ജലദോഷമൊക്കെ വന്നിരിക്കുന്നു, അപ്പോൾ അവൻ വന്ന് പറയുക വല്ല കഷായം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ, ഇപ്പോൾ അല്ലെങ്കിൽ അവളവിടെ വീട്ടിലേക്ക് പോയാലോ, അതുകൊണ്ടാണ് ഞാൻ
അവൾക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നത്. അത് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, കുടിപ്പിക്കുകയും ചെയ്യണമെന്ന് പറയും. അപ്പോൾ പറയും ഇത് വേഗം കുടിക്കുക, വേഗം കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങോട്ട് താ എന്ന് പറയും. അപ്പോൾ പറയും ഉണ്ടാക്കി കൊടുക്ക്, ദേവടത്തിക്ക് വേറെ പണിയില്ലഞ്ഞിട്ടാണ്, അവൾക്ക് വേണമെങ്കിൽ അവളുണ്ടാക്കി കുടിക്കട്ടെ, ദേവടത്തി എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവനും പോവില്ലേ, അപ്പോൾ അങ്ങനെ പോവാച്ചാൽ അങ്ങോട്ട് പോട്ടെ എന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ എൻ്റെ മകന് വല്ല പ്രശ്നം വന്നാൽ നീ അത് പിന്നെ നീ അവൻ്റെ ശ്രദ്ധിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ജലജൊന്നും കൊണ്ടില്ല. അപ്പോൾ പറയും നീ ഇത് വേഗം കുടിച്ചിട്ട് ഗ്ലാസ് ഉണ്ട് തന്നെ. അപ്പോൾ വേഗം ഗ്ലാസ് കൊടുത്തിട്ട് ഇതാ പറഞ്ഞപ്പോൾ ഓഹോ അത് കഴുകി വെക്കും വേണം, അതിനും കൂടെ വയ്യേ തമ്പുരാട്ടിക്ക് നിൽക്കും ജലജ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, അപ്പച്ചി കൊണ്ടേ കഴുകി വെക്കും എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നീ തന്ന പാത്രങ്ങൾ കൊണ്ട് കഴുകില്ലല്ലോ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ചാടിക്കളിച്ച് ദേവടത്തിനൊക്കെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞ് അവനോട് പോകുമ്പോൾ രണ്ടുപേരും കൊണ്ട് ഉറക്കെ ചിരിക്കുകയാണ്. അത് ചിരിച്ചിട്ട് പറയും നീ എന്തിനാ മോളെ അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത് നോക്കും. അപ്പോൾ പറയാം ഇതൊക്കെ രസമല്ലേ അമ്മേ, ഇതൊക്കെയല്ലേ ഒരു രസം, കുറച്ചൊക്കെ ദേഷ്യം പിടിക്കട്ടെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോകണം. കുറേ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാനൊരു യാത്രയിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് കാരണം ഒരു പ്രാവശ്യം തന്നെ ഞാൻ വീഡിയോസ് ഇടാണ്ടായിട്ട് വ്യൂവേഴ്സും എല്ലാണ്ട് കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കണം, കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ അഭിപ്രായം തീർച്ചയായും പറഞ്ഞു. കാരണം സൗണ്ട് ഉണ്ടാവും, ഞാൻ ട്രെയിനിലാണ് കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് നന്നായിട്ടുണ്ടാവും, അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ കാണും. അതുകൊണ്ട് സോറി, ക്ഷമിക്കുക. അതുപോലെ രാജസ്വാമി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്മ, എല്ലാവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ. താങ്ക് യു.